ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, എത്ര കുഴിച്ചുകൂടാ നോക്കിയാലും അമ്മായിയപ്പനും മരുമകനും ചേർന്ന് നടത്തിയ അഴിമതി ഞാൻ പുറത്തോണ്ട് വരും. ഒരു മാധ്യമ പ്രവർത്തകന് നേരെ കൈവച്ചിരിക്കുന്നത് നോക്കിക്കോ. ഇത് വല്ലാത്ത നാണക്കേടായല്ലോ പ്രതാപ. ഈ കഥ കാട്ടുതീ പോലെ കേരളം മുഴുവൻ പടരും. പ്രതാപ, ഞാൻ പറയുമ്പോ നിനക്ക് പരിഭവം തോന്നും. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം നീ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന ടെൻഷൻ മുഴുവൻ കാണുന്നത് ഈ ഞാനാ. ആ രാജു ഒപ്പിച്ച പണിയാ ഇത്. അവനെ വ്യക്തിപരമായ എന്തോ നേട്ടത്തിന് വേണ്ടിയാ ഈ ലാപ്ടോപ്പ് തട്ടിപ്പൊക്കെ നടത്തിയത്. കോടിക്കണക്കിന് രൂപ ആരും അറിയാതെ കൈ കിട്ടിയ അവനെന്താ കൈക്കോ? അവനായത് ചെയ്തിരിക്കുന്നത് അവൻ ഒറ്റ ഒരുത്തൻ. അതിൽ യാതൊരു സംശയവും വേണ്ട. എത്ര കാലം കൊണ്ട് നീ നേടിയെടുത്ത സൽപ്പേരാ അവൻ ഒരു നിമിഷം കൊണ്ട് കളഞ്ഞു കുളിച്ചത്. നിന്റെ കരിയർ തന്നെ തകർന്നു പോയില്ലേ? MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും എത്ര തിളങ്ങിയവനാ നീ. വ്യക്തിപരമായ ഒരു ലാഭവും ആ പദവി കൊണ്ട് നീ നേടിയിട്ടില്ല. ഭാര്യ വീട്ടുകാരുടെ സ്വത്തല്ലാതെ അനധികൃതമായി നീ ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. എന്നിട്ടും നിനക്ക് കള്ളൻ എന്നുള്ള പേര് വീണില്ലേ? ചേച്ചി, എടാ, ഉള്ള സത്യം ചേച്ചി പറയുമ്പോ നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഇപ്പോഴേ ഒരു മഞ്ഞ പത്രക്കാരനെ വന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോ ഈ വീട് മീഡിയക്കാര് വളയും. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലേ നീ മറുപടി ഇല്ലാതെ വലയും. അഴിമതി ആരോപണം വരും. നിന്റെ മന്ത്രിസ്ഥാനം വരെ തെറിക്കും. കോടികളെ വെട്ടിച്ചു എന്നുള്ള പേരില് അറസ്റ്റ് വരെ ഉണ്ടാവും. അതിലെ യാതൊരു സംശയവും വേണ്ട. ഇതിന്റെയൊക്കെ പിന്നിലേ ആ രാജുവാ. എത്ര വലിയ സത്യസന്ധനാണെങ്കിലും ഗത്യന്തരം ഇല്ലാതെ വരുമ്പോ കക്കും. എടാ, അതുകൊണ്ടേ ആ രാജുവിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ നീ പോലീസുകാരോട് പറ. അവ മണി പോലെ സത്യം പറയും. ചേച്ചി പ്ലീസ്, ഞാൻ ഒരു അല്പം നേരം ഒന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. അകലെ